ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ വരുന്ന ബെറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് എങ്ങനെ എക്സിറ്റ് ചെയ്യാമെന്നുള്ളൊരു കൺഫ്യൂഷൻസ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഡിസ്കഷനിൽ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ഫൈനൽ പ്രീമിയം ട്രയലിൽ വന്നിട്ടുള്ള ഒരു ലാസ്റ്റ് സീനിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡയറക്ഷൻ ഡൗൺ ആണ്. ഞാൻ 10 മണിക്ക് വന്നതാണ്. ഇപ്പോൾ ഏകദേശം 10:29 ആയിട്ടുണ്ട്. ജസ്റ്റ് ഒരു 30 സെക്കൻഡ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എക്സ്പയർ ആവും. അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗത്തോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഞാൻ ഡൗൺ സെക്ഷൻ എടുത്തിട്ടുണ്ട്. $5 എടുത്തത്. അപ്പോൾ ഞാൻ ഈ $5 കാണുമ്പോൾ നിങ്ങൾ ആ ഒരു എമൗണ്ട് എടുക്കണ്ട. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട്, അതായത് ഇതിൽ മിനിമം ആയിട്ടുള്ള $1 വെച്ചിട്ട് ട്രേഡ് ചെയ്യുക. നിങ്ങൾക്കൊരു കോൺഫിഡൻറ്റ് വന്നതിന് ശേഷം എമൗണ്ട് പതുക്കെ കൂട്ടിയാൽ മതി. അപ്പോൾ $5 ഞാൻ ഓർഡർ എടുത്തിട്ടുണ്ട്. എനിക്ക് $5 എൻ്റെ പ്രൊഡിക്ഷൻ കറക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് $7 കിട്ടുന്നത്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ശതമാനം 48% എനിക്ക് കിട്ടണം. അതായത് $5 എനിക്ക് $7 തിരിച്ച് കിട്ടണം. ബെറ്റ് പാർട്ടിസിപ്പേറ്റ് ഏകദേശം 10:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യാണ്. അപ്പോൾ ചാനലിൽ ആ ഒരു ട്രേഡ് പ്രൊഡിക്ഷൻ കറക്റ്റ് ആണെന്നുകൊണ്ട് നമുക്ക് വന്നിട്ടുണ്ട് മെസ്സേജ്. നമുക്ക് 7.04 കിട്ടുമെന്ന് ഇനി നോക്കാം. ഞാൻ ഈ ബെറ്റിൻ്റെ പേര് ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഹോൾഡ് ഓൺ ഡിറ്റർമൈനിങ് വിന്നർ എന്ന് പറഞ്ഞിട്ടാണ് കാണുന്നത്. എക്സ്പയർ ആയി കഴിഞ്ഞു. ഈ പ്രോസസ്സ് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വിന്നായിട്ടുള്ളവർക്ക് അവർ കറക്റ്റായിട്ട് എമൗണ്ട് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 1 മിനിറ്റ് 10:31 ആയിട്ടുണ്ട്. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെല്ല് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ 7.04 കറക്റ്റ് എമൗണ്ട് എനിക്കിവിടെ കാണിക്കുന്നുണ്ട് വിന്നാകുമ്പോൾ. അതായത് എക്സ്പയർ ആയി ജസ്റ്റ് ഒരു 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കറക്റ്റ് എമൗണ്ട് കാണിക്കുന്നുണ്ട്. ചില സമയത്ത് ശ്രദ്ധിച്ച് കേൾക്കണം, ചില സമയത്ത് ചിലപ്പോൾ എനിക്കിവിടെ 6.9 കാണിക്കും. അതായത് ഒരു $0.1 ഇതിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാത്ത രീതിയിലൊക്കെ കാണിക്കും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളൊരു 10 മിനിറ്റ് 15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കറക്റ്റ് എമൗണ്ട് കിട്ടും. ഇതിപ്പോൾ അവർ പെട്ടെന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞതുകൊണ്ടായിരിക്കണം ഇത്ര പെട്ടെന്ന് തന്നെ എനിക്ക് എക്സാക്ട്ലി എമൗണ്ട് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ 7.04 എനിക്ക് വിന്നാകുമ്പോൾ കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ സെല്ല് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ടൊരു എമൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് എനിക്ക് ക്യാഷ് ഔട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ക്യാൻസലേഷൻ അല്ലെങ്കിൽ റിക്വസ്റ്റ് ക്യാൻസൽ കൊണ്ട് എററുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പേജ് ഒന്ന് റീഫ്രഷ് ചെയ്യുക. ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല ബഗ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് റീഫ്രഷ് ചെയ്യുക. എന്നിട്ട് സെല്ല് കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടി ഒരു എമൗണ്ട് നമ്മൾ കൺഫേം ചെയ്യുക. എന്നിട്ട് ക്യാഷ് ഔട്ട് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് പോളിമാർക്കിൻ്റെ ഒരു കൺഫർമേഷൻ്റെ ഒരു പേജ് വരും. നമ്മൾ ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് എമൗണ്ട് നമുക്കത് സെല്ലായി. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ മാറി ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കണം ഗൈസ്. ഓക്കെ.